എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണിയെ പട്യാല ജില്ലാ കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോൾ അവിടുന്ന് കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റാണിയെ 18 ദിവസത്തേക്ക് NIA കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ റാണി ഇപ്പോൾ ഉള്ളത് ന്യൂഡൽഹി ലോധാ റോഡിലുള്ള NIA ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. അപ്പോൾ ഈ കോർട്ട് പ്രൊസീഡിങ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റാണയ്ക്ക് 2 അഭിഭാഷകരെ നൽകി ഇന്ത്യ ഗവൺമെൻറ്. അപ്പോൾ ഈ രാജ്യത്തൊരു നിയമമാണ്, ഈ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന ആൾക്കാർക്കൊക്കെ, അതായത് തീവ്രവാദിയായാലും ആരായാലും അവർക്ക് കേൾക്കാനുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുക്കും സർക്കാർ തലത്തിൽ. അങ്ങനെ 2 അഭിഭാഷകരെയാണ് ഇന്ത്യൻ സർക്കാർ റാണയ്ക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കി കൊടുത്തിരിക്കുന്നത്. അതായത് പീയൂഷ് സച്ദേവും ലക്ഷ്യ വീർ എന്ന് പറയുന്ന 2 അഡ്വക്കേറ്റ്സാണ് റാണയ്ക്ക് വേണ്ടി ഇപ്പോൾ കോർട്ടിൽ റാണയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ റാണ താമസിക്കുന്ന NIAയുടെ ഹെഡ്ക്വാർട്ടേഴ്സാണ്, ലോധാർ റോഡിലുള്ള NIA ഹെഡ്ക്വാർട്ടേഴ്സാണ് റാണ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ റാണ താമസിക്കുന്ന മുറിയെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ശരിക്കും 14 അടി നീളവും 14 അടി വീതിയുമുള്ള ഒരു റൂമിലാണ് റാണയുള്ളത്. അവിടെ ഫാനൊന്നുമില്ല, AC മാത്രമേ ഉള്ളൂ. ഫുൾ ടൈം നിരീക്ഷണമാണ്, 24 അവേഴ്സും നിരീക്ഷണത്തിനാണ്. അത്രയും സെൻസിറ്റീവായ ക്യാമറ, അത്രയും എല്ലാ കാര്യങ്ങളും റാണയുടെ എല്ലാ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടും മുഖത്ത് മാറി വരുന്ന ഓരോ ഭാവവ്യത്യാസങ്ങൾ പോലും ക്യാമറ ഒപ്പിയെടുത്തിട്ട് അപ്പോൾ തന്നെ അറിയിക്കും. അപ്പോൾ റാണയ്ക്ക് ഇപ്പോൾ ഉണ്ടല്ലോ ജിം സ്യൂട്ടാണ് ധരിക്കാൻ കൊടുത്തിരിക്കുന്നത്. ഒരു ജിം സ്യൂട്ട്, ബ്രൗൺ ജിം സ്യൂട്ടും, പിന്നെ എന്താ പറയുക, റാണ NIAയോട് ആവശ്യപ്പെട്ടതെന്നാണ് 2 കാര്യങ്ങൾ മാത്രമേ റാണ NIAയോട് ആവശ്യപ്പെട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ, ഒന്ന്, തനിക്ക് ക്രോക്സ് ചെരുപ്പ് ധരിക്കണം, ക്രോക്സിൻ്റെ ക്ലോക്സ് ധരിക്കണം. പിന്നെ അതുമാത്രമല്ല, തനിക്ക് പോൺ സിനിമ കാണാനുള്ള, പോൺ വീഡിയോസ് കാണാനുള്ള സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കണം. ഈ 2 കാര്യങ്ങളുമാണ് റാണ NIA ഉദ്യോഗസ്ഥരെടുത്ത് ആവശ്യപ്പെട്ടത്. എന്താണ് വേണ്ടതെന്ന് ചോദിച്ചവന്മാർ, അതായത് ചോദിക്കുമല്ലോ, എന്തെങ്കിലും സൗകര്യങ്ങൾ വേണോ, ബുക്സ് വായിക്കാൻ വേണോ, പേന വേണോ, നോട്ട് പാഡ് വേണോ, പേന വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ 2 കാര്യങ്ങളായിട്ട് മെയിനായിട്ട് ചോദിച്ചത്, അതായത് ഒന്ന് ക്ലോക്സ് ചെരുപ്പ് ധരിക്കണം, പിന്നെ പോൺ വീഡിയോസ് കാണണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇയാളൊരു പോൺ വീഡിയോ അഡിക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. ഇത് ഇയാൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള ഇസ്ലാമിക ജിഹാദികൾ മൊത്തം ഈ പോൺ വീഡിയോസും ഇത്തരത്തിലുള്ള എന്താ പറയുക, ഈ ലൈംഗികത, ഇതൊക്കെയാണ് ഇവന്മാരുടെ മെയിൻ സംഭവം. ഈ സ്ത്രീകളെ എന്താ പറയുക ലൈംഗികമായി ചൂഷണം ചെയ്യുക, ലൈംഗിക അടിമകളാക്കുക, എന്താ പറയുക, ഇത്തരത്തിൽ വീഡിയോ കാണുക, ഇതൊക്കെയായിരുന്നു ഇവന്മാരുടെ മെയിൻ പരിപാടി. നമുക്കറിയാം, ഈ ബില്ല് അതിനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ചിട്ട് അമേരിക്കൻ സൈനികർ ഇവരൊക്കെ കൊല്ലുമ്പോൾ ആ വീടുകളിൽ എന്താ പറയുക, ആ വീടുകളിൽ, അതായത് ബിൻ ലാദൻ താമസിച്ച മുറികളിൽ നിന്ന് ഒരുപാട് പോൺ വീഡിയോസിൻ്റെ കാസറ്റുകൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. അതായത് ആയിരക്കണക്കിന് CDകളും മറ്റേ DVDകളും മറ്റേ ഇതൊക്കെ കണ്ടെടുത്തുവാണെന്ന് പറഞ്ഞു ഈ പോൺ വീഡിയോസ്. അതേമാതിരി തന്നെയാണ്. അപ്പോൾ ഇവന്മാരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന്മാരൊക്കെ എല്ലാവരും ഒരേ ടൈപ്പാണെന്ന് വെച്ചാൽ ആഗോളതലത്തിൽ ഇസ്ലാമിക ജിഹാദികൾ എല്ലാം ഈ എന്താ പറയുക, സാധാരണ ആൾക്കാർ ഒരു ചൊല്ലുണ്ട്, അതായത് സാധാരണ ആൾക്കാർ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നു, ഈ ജിഹാദികൾ, ഇസ്ലാമിക ജിഹാദികൾ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു. അതാണ് ഇവർ തമ്മിലുള്ള, സാധാരണ മനുഷ്യരും ഈ ജിഹാദികളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ തഹാവൂർ ഹുസൈൻ റാണിയെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ബേസിക്കലി ഇതൊരു ഇസ്ലാമിക ജിഹാദിയാണ്, തീവ്രവാദിയാണ്. അപ്പോൾ ഇവനും അത്തരത്തിൽ മാത്രമേ ചിന്തിക്കൂ, ലിംഗം കൊണ്ട് മാത്രമേ ചിന്തിക്കൂ. അതൊക്കെ കൊണ്ട് തന്നെയാണ് എന്താ പറയുക, എനിക്ക് വേറൊന്നും ആവശ്യമില്ല, അപ്പോൾ ഓൺ വീഡിയോ കാണാനുള്ള സൗകര്യം ഏർപ്പാടാക്കി തരണം എന്ന് NIA ഉദ്യോഗസ്ഥരോട് പറയണമെങ്കിൽ അവൻ്റെ ഒരു മൈൻഡ് സെറ്റ് നോക്കി. അപ്പോൾ അവൻ പറയുന്നത് വെച്ചാൽ അമേരിക്കൻ ജയിലുകളും തനിക്ക് അതിനുള്ള സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ എന്തായാലും ഇത് എനിക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യണം എന്ന റിക്വസ്റ്റ് NIA ഉദ്യോഗസ്ഥരെടുത്ത് വെച്ചു എന്നാണ് പറയുന്നത്. വളരെ എന്താ പറയുക, ഇത് കേൾക്കുമ്പോൾ ഇവനൊക്കെയാണല്ലോ ഇത്തരത്തിലുള്ള എന്താ പറയുക രാജ്യത്തെ നടുക്കിയ ഇന്ത്യക്ക് എന്താ പറയുക, ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഏറെക്കാലം ഉള്ളൊരു മുറിവാക്കിയ മുംബൈ അറ്റാക്ക് പോലുള്ള സംഭവങ്ങളുടെ സൂത്രധാരനാണ് കേട്ടോ ഒരു പോൺ വീഡിയോ അഡിക്റ്റാണ് ഈ തഹാവൂർ ഹുസൈൻ റാണ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന പല ജിഹാദികളും നമുക്കറിയാം, ഇത്തരത്തിലുള്ള ജിഹാദികളൊക്കെ എന്താ പറയുക ലിംഗം കൊണ്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പൊതുവേ സോഷ്യൽ മീഡിയ പറയുന്ന ഒരു ടെർമിനോളജി കേട്ടോ ഇതൊക്കെ. സാധാരണക്കാർ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, ഇവന്മാർ ലിംഗം കൊണ്ട് ചിന്തിക്കുന്നു. അപ്പോൾ അതേ വിഷയം തന്നെയാണ്, അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് റാണ എന്താ പറയേണ്ടത് റാണ NIA ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ റാണയെ പാർപ്പിച്ചിരിക്കുന്നത് NIA ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അവിടെ ഭയങ്കര ടൈറ്റ് സെക്യൂരിറ്റി ഉണ്ട്. അവിടെ മഫ്തിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, എന്താ പറയുക, NSC കമാൻഡോസ് ഉണ്ട്, യൂണിഫോമിലെ കമാൻഡോസ് ഉണ്ട്, യൂണിഫോം ഇല്ലാത്ത കമാൻഡോസ്, ഫുൾ പാക്കഡ് തോക്കുകളൊക്കെ ആയിട്ടാണ് ഇവിടുത്തെ കമാൻഡോസൊക്കെ അവിടെ ഉള്ളത്. ഫുൾ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളത്. അപ്പോൾ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റാണ അതിൻ്റെ NIA ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് എന്തെങ്കിലും അറ്റാക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പെട്ടെന്ന് രക്ഷപ്പെടുത്താലോ. ഇത് റാണയ്ക്കെതിരെ റാണയെ വധിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരുപാട് ശക്തികൾ, ചിലപ്പോൾ രാജ്യത്തെ അകത്തുനിന്ന് തന്നെ ഒരുപാട് ശക്തികൾ ട്രൈ ചെയ്തേക്കാം. അപ്പോൾ ആ സാധ്യത ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യം, നമുക്ക് ഈ മുംബൈ അറ്റാക്കുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ ഈ അടുത്ത കാലത്താണ് അറിയുന്നത്. അതിന് പിന്നിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പാകിസ്ഥാൻ ISI ഏജൻറ്റുകളൊക്കെ ചേർന്ന് നടത്തിയ ജോയിൻറ്റ് ഓപ്പറേഷൻ എന്ന് പല ഇതും ഈ അടുത്ത കാലത്ത് പുറത്തു വന്നു. മുൻ ആഭ്യന്തര വകുപ്പിലെ മുൻ അണ്ടർ സെക്രട്ടറി ആയിരുന്ന RVS മണി എഴുതിയ ബുക്കിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റാണി NIA ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡൽഹിയിൽ താമസിപ്പിക്കുമ്പോൾ എന്താ പറയുക, ഇത്തരത്തിലൊരു അറ്റാക്ക് ഒരിക്കലും എന്താ പറയുക നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത്രയ്ക്കും ഈ രാജ്യത്ത് അകത്ത് നിന്ന് തന്നെ ഒരുപാട് ശത്രുക്കൾ ഇന്ത്യക്കെതിരെ പോരാടുന്നുണ്ട്.
രാജ്യത്തിനകത്ത് തന്നെ ഒരുപാട് ശത്രുക്കളുണ്ട്. ഈ റാണയ്ക്കടക്കം ഇവിടെ എന്താ പറയണ്ടേ ഈ ഇമിഗ്രേഷൻ ഏജൻസീസൊക്കെ തുടങ്ങാൻ വേണ്ടി പല സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഈ UPA സർക്കാരിലെ മന്ത്രിമാരടക്കമായിരുന്നു. അത്തരത്തിലുള്ള വളരെ ഗൗരവമേറിയ വളരെ ഗുരുതരമായ തെറ്റുകളായിരുന്നു സംഭവിച്ചതെന്ന് ഈ റാണയുടെ കേസിൽ. അപ്പോൾ എന്ത് തന്നെയായാലും ഈ NIA ഹെഡ്ക്വാർട്ടേഴ്സിൽ അതീവ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഈ റാണിയെ പട്യാല കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഈ NIA ഉദ്യോഗസ്ഥരെന്ന് വെച്ചാൽ അവരൊക്കെ ഹൈലി അത്രയും ടോപ്പ് ടാലൻറ്റഡ് ആൾക്കാരായിരിക്കും. ഒരു മനുഷ്യൻ്റെ ഒരാൾക്കാരെ ചലനം പോലും അവർക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഈ NIA ഉണ്ടാവുക. ഒരാൾ മുഖത്ത് നോക്കിയിട്ട് അയാൾ എന്താണ് ചിന്തിക്കുന്നത് പോലും പറയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും NIA ഉണ്ടാവുക. അപ്പോൾ ഈ റാണയെ എന്താ പറയുക കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓഫർ ചെയ്തു. അപ്പോൾ അദ്ദേഹം നിരസിച്ചു. അദ്ദേഹം ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് എത്ര ദിവസം എടുക്കും, പെട്ടെന്ന് ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ട്രയൽസൊക്കെ കഴിയാൻ എത്ര ദിവസം എടുക്കും. അപ്പോൾ പറഞ്ഞു വർഷങ്ങളെടുക്കും, ഏകദേശം മിനിമം ഒരു 10 വർഷം എടുക്കും എന്നാണ് പറയുന്നത്. അതായത് 168 പേരെ മരണത്തിനിടാക്കിയ ഒരു കേസാണ്. അതിൽ 10ഓളം അമേരിക്കൻ പൗരന്മാരുണ്ട്. അപ്പോൾ എന്താ പറയുക പല പല സ്ഥലങ്ങളിൽ ജയ്പൂർ, ഗോവ, കൊച്ചി, എന്താ പറയണ്ടത് മുംബൈ, അങ്ങനെ പല സ്ഥലത്തും ഇദ്ദേഹം ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ച് ഓരോ ഹോട്ടലിൽ താമസിച്ച് ആരൊക്കെയാണ് കണ്ടത്, ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടത്, ഏതൊക്കെ ഫോണുകൾ ഉപയോഗിച്ചു, ഏതൊക്കെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. അടുത്ത ദിവസം കൊച്ചിയിലും വരും. പിന്നെ അതുമാത്രമല്ല ഈ റാണി കൊണ്ടുവന്നതിനുണ്ടല്ലോ ഹൈ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ്. അത് അമേരിക്കയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് റെൻറ്റിനെടുത്ത് അതിൻ്റെ കോഡൊക്കെ മാറ്റി ഈ പാകിസ്ഥാൻ സ്കൈ വഴിയൊന്നല്ല വന്നത്. ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിരുന്നു. അതായത് ഇൻ കേസ് അതുവഴി വരുവാണെങ്കിൽ ഈ ഒരു മിസൈലൊക്കെ അയച്ചിട്ട് തകർക്കാമല്ലോ. അപ്പോൾ അതുവഴി വരാതെ എന്താ പറയുക ഒരുപാട് കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വന്നത്. അപ്പോൾ അതിന് ക്ഷീണം കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള ഭയങ്കര ക്ഷീണിതനായ ഒരാൾ ഇത്രയും യാത്ര കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നൊക്കെ ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് അവിടെ ജീവിച്ച ഒരാൾക്ക് ഇവിടെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് 2-3 ഡേയ്സ് എടുക്കും ഒന്ന് സെറ്റിൽ ആവാൻ. അത് എൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ മൊത്തത്തിൽ ക്ലൈമറ്റും ആ ടൈമിങ്സൊക്കെ. അപ്പോൾ സെറ്റിൽ ചെയ്യാൻ 1-2 ദിവസം വേണ്ടി വരും എന്ത് തന്നെയായാലും. അപ്പോൾ റാണയ്ക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണ് NIA ഉദ്യോഗസ്ഥർ പറഞ്ഞത്. പക്ഷേ അതിനിടയിൽ അത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനിടയിലും ഈ റാണ ആവശ്യപ്പെട്ടത് പോൺ വീഡിയോ കാണാൻ അത്തരത്തിലുള്ള സൗകര്യം ഒരുക്കി തരണം എന്നാണ്. എന്ത് തന്നെയായാലും വളരെ എന്താ പറയുക ഇതൊക്കെ ഭയങ്കര ചിരി ഉളവാക്കുന്ന കാര്യമാണ്. ഈ ഭീകരന്മാരൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് ആലോചിച്ചൊക്കെ. ഇത്തരത്തിൽ ലൈംഗികമായ കാര്യങ്ങൾ, ലൈംഗികതയ്ക്ക് അടിമകളാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഈ സോഷ്യൽ മീഡിയ പറയുന്നത് വളരെ സത്യമാണ്. അതിന് ഏറ്റവും തെളിവാണ് ഈ റാണ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇത്രയും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും തനിക്ക് പോൺ വീഡിയോ കാണണം എന്ന് പറയുന്ന റാണയുടെ ആ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കുക. ആ മാനസികാവസ്ഥ അത് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇസ്ലാമിക ഭീകരവാദികൾക്കും ഉള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും റാണയെ ഒരുപാട് 18 ദിവസം ഇന്ന് ഏകദേശം 3 ദിവസത്തോളായി ഒരുപാട് ദിവസം ഇനി ചോദ്യം ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളങ്ങ് പുറത്തു വരാനുമുണ്ട്. കേരളത്തിലടക്കം വന്നിട്ട് പല പല കാര്യങ്ങൾ ആരൊക്കെ ബന്ധപ്പെട്ടു, എന്താ പറയുക ഈ കാശ്മീർ ഭീകരവാദികളായിട്ട് റിക്രൂട്ട്മെൻറ്റ് നടത്തിയോ, അങ്ങനെ പല പല കാര്യങ്ങളും ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാലും അതൊക്കെ പുറത്ത് വരും. അപ്പോൾ നമുക്ക് അതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.